ഹലോ. അങ്ങനെ ഐ.പി.എല്ലിൻ്റെ ഷെഡ്യൂൾ അനൗൺസ് ചെയ്ത ടൈം മുതൽ ഒട്ടുമിക്ക മലയാളികളും കാത്തിരുന്ന ഒരു മത്സരമാണ് ഇന്നത്തെ. അതായത് നമ്മുടെ സ്വന്തം സഞ്ജു ആദ്യമായിട്ട് സി.എസ്.കെയുടെ യെല്ലോ ജേഴ്സിയിൽ ഇറങ്ങുന്നു. അതും ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ പഴയ ടീമിൻ്റെ എതിരായിട്ടാണ് ആദ്യത്തെ മത്സരം. അപ്പം അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ഒരു കോച്ചും കുറച്ച് പ്ലേയേഴ്സും ഒരു സൈഡിലും, പിന്നെ സഞ്ജുവിന് കിട്ടിയ ഒരു പുതിയ ഫ്രാഞ്ചൈസി വേറൊരു സ്റ്റൈലിലും. അപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രാജസ്ഥാൻ്റെ ബോളിംഗ് ആണ് കുറച്ചുകൂടെ ഒരു അപ്പർ എഡ്ജ് ചെന്നൈയുടെ ടീമിനെതിരെ. കാരണം മറ്റൊന്നുമല്ല, ചെന്നൈയുടെ ബോളിംഗ് കുറച്ച് പരിക്കുകളും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം കമ്പാരിറ്റീവ്ലി കുറച്ച് ഒരു ലോവർ സൈഡിലാണ്. അപ്പം അവർക്ക് ആദ്യം സൈൻ ചെയ്യുന്ന നഥാൻ എല്ലിസ് പുള്ളി പരിക്ക് കാരണം വിഡ്രോ ചെയ്തു. പുള്ളിക്ക് റീപ്ലേസ്മെൻ്റ് ആയിട്ട് സൈൻ ചെയ്ത സ്പെൻസർ ജോൺസൺ പുള്ളി ഓൾറെഡി റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേന് മാറ്റ് ഹെൻറി ആയിരിക്കും മിക്കവാറും അവരുടെ ഫസ്റ്റ് ചോയ്സ് ഓവർസീസ് പ്ലെയർ വരാൻ പോകുന്നത്. അപ്പം മാറ്റ് ഹെൻറിയുടെയും ഖലീൽ അഹമ്മദിൻ്റെയും കൂടെ അവർ അഖിൽ വസിന് പോവുമോ അതോ ജാമി ഓട്ടൻ്റെ ഒരു ഓൾറൗണ്ടർ കം പേസ് അറ്റാക്കിന് പോകുമോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അപ്പം ചെന്നൈയുടെ ബാറ്റിങ്ങിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ബാറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇതുവരെ ഉള്ളതിൽ വെച്ചൊരു ഏറ്റവും ഒരു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു IPL സീസണാണ്. ഓപ്പണിങ്ങിൽ ഋതുരാജും സഞ്ജുവും, വൺ ഡൗൺ ആയിട്ട് ഒന്നെങ്കിൽ സർഫ്രാസ് ഖാൻ അല്ലെങ്കിൽ ഉർവിൽ പട്ടേൽ, ഇനി അതോ അല്ലെങ്കിൽ ആയുഷ് മാത്രെ. ഇനി താഴോട്ട് വീണ്ടും വരുവാണെന്നുണ്ടെങ്കിൽ ഇന്ന് മിക്കവാറും പ്രശാന്ത് വീറും കാർത്തിക്കും കൂടെ ഒരുമിച്ച് ഡെബ്യൂ ചെയ്യാനുള്ള ഒരു ചാൻസും കാണുന്നുണ്ട്. അപ്പം പിന്നെ ബോളിംഗ് ഓപ്ഷനിൽ അവർക്ക് സ്പിന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ട് നൂർ അഹമ്മദ് ഉണ്ട്. ഇനി പറഞ്ഞ കാർത്തിക് എനിക്ക് തോന്നുന്നൊരു സ്പിൻ ഓൾറൗണ്ടറാണ്. അപ്പം അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ചെന്നൈക്കുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ മെയിനായിട്ടും ഒരു ഫാസ്റ്റ് ബോളിംഗ് ആണ് ചെന്നൈയുടെ ഒരു വീക്ക്നെസ് ആയിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത്. അപ്പം ഇങ്ങനെ സൈഡിൽ രാജസ്ഥാനിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ സഞ്ജുവിന് എപ്പോഴും തലവേദന സൃഷ്ടിച്ചിട്ടുള്ള, എന്നാൽ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ പുള്ളി കോൺഫിഡൻറ്റോടെ നേരിട്ട ഒരു ബോളർ, അതായത് നമ്മുടെ ജോഫ്ര ആർച്ചർ, പുള്ളിയാണ് രാജസ്ഥാൻ്റെ പേസിനെ നയിക്കുന്നത്. അപ്പം ജോഫ്ര ആർച്ചറിൻ്റെ പേസ് നമുക്ക് എല്ലാവർക്കും അറിയാം. പുള്ളിയാണ് സഞ്ജുവിൻ്റെ വീക്ക്നെസ് ഒക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്ത ഒരു ബോളർ കൂടി. അപ്പം പുള്ളിയിലായിരിക്കും രാജസ്ഥാൻ്റെ പ്രതീക്ഷ. അതായത് അവർക്ക് എത്രയും പെട്ടെന്ന് CSKയുടെ ഒരു ഓപ്പണിങ് തീർത്തേ മതിയാവും. അപ്പം അങ്ങനെ വരുമ്പം പവർ പ്ലേയിൽ നമുക്ക് ഫിറ്റ് ആണെങ്കിൽ ജോഫ്ര ആർച്ചറെ തന്നെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ CSKന്ന് ചെന്നൈയിലേക്ക് രാജസ്ഥാനിലേക്ക് വന്ന നമ്മുടെ ജഡേജ, അപ്പം പുള്ളിക്ക് ഏകദേശം ആ ഒരു ടീമിൻ്റെ വീക്ക്നെസ്സും ഓരോ ബാറ്റ്സ്മാൻമാരുടെ വീക്ക്നെസ്സും ഒക്കെ അറിയാവുന്ന ഒരാളായിരിക്കും. അപ്പം പുള്ളിയുടെ കോൺട്രിബ്യൂഷനും ഇന്നത്തെ കളിയിൽ രാജസ്ഥാന് ഒരു ചെറിയ രീതിയിലുള്ള ഒരു അപ്പർ ഹാൻഡ് നൽകാൻ പറ്റും. പിന്നെ ഓപ്പണിങ്ങിലേക്ക് വരുമ്പം അവർക്ക് വൈഭവും ജയ്സ്വാലും. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ചെന്നൈയുടെ സൈഡിൽ നിന്ന് ഖലീൽ അഹമ്മദിന് ഫസ്റ്റ് ഓവർ അല്ലെങ്കിൽ സെക്കൻഡ് ഓവറിൽ ഒരു വിക്കറ്റ് എടുക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ഒരു പ്രതിരോധത്തിലേക്ക് ആഴ്ത്താൻ പറ്റും. കാരണം അത് കഴിഞ്ഞ് പിന്നെ വരാൻ പോകുന്നത് റിയാൻ പരാഗ് ഒക്കെ ആയിരിക്കും. റിയാൻ പരാഗ്, പിന്നെ ധ്രുവ് ജുറൽ, അങ്ങോട്ടുള്ള ഒരു ബാറ്റിംഗ് ഡെപ്ത് നമുക്ക് അത്രയും ഒരു എന്താ പറയുക, ഒരു കോൺഫിഡൻ്റ് ഇല്ലാത്തൊരു ബാറ്റിംഗ് ഡെപ്താണ് നമുക്ക് പേപ്പറിൽ കാണാൻ പറ്റുന്നത്. അപ്പം എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ കളി എങ്ങനെ വരുമെന്ന്. പിന്നെ മിക്കവാറും ചിലപ്പോൾ ഒരു ചെറിയ ഡിലേയോ അല്ലെങ്കിൽ കുറച്ച് ഓവർ കട്ടോ കാണാനുള്ള ചാൻസ് ഉണ്ട്, മറ്റൊന്നുമല്ല. അപ്പോൾ ഇന്നലെ രാജസ്ഥാൻ്റെ ഒക്കെ പ്രാക്ടീസ് കട്ട് ഷോട്ട് ചെയ്തായിരുന്നു മഴ കാരണം. അപ്പം മോസ്റ്റ്ലി വിക്കറ്റ്സ് അണ്ടർ ദി കവറാണ്. അപ്പം എന്തായാലും മഴ പെയ്യാനുള്ള ഒരു ചെറിയ ചാൻസസ് കാണുന്നുണ്ട്. ഗെയിം അബ്രപ്റ്റ്ലി നിന്ന് പോകാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൾ ഓഫ് ചെയ്യാൻ പാകത്തുള്ള മഴ പ്രഡിക്ഷൻ കാണുന്നില്ല. ബട്ട് എന്തായാലും ഒരു ഓവർ കട്ട് അല്ലെങ്കിൽ ഒരു ഡിലേഡ് സ്റ്റാർട്ടിനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. അപ്പം എന്തായാലും സഞ്ജുവിൻ്റെ CSKയിലുള്ള IPL ഡെബ്യൂ എങ്ങനെ പോകുന്നുള്ളത് നമുക്ക് കാണാം. അതിന് മഴയൊരു തടസ്സമാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും മത്സരത്തിന് ശേഷം നമുക്ക് കാണാം. താങ്ക് യു.